Hey everyone, welcome back. This is Nirjana here from Leo Tales. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കുർത്ത സെറ്റ് ഹോളാണ്. ഇപ്പോൾ കുറച്ച് നാളായി നല്ലൊരു കുർത്ത സെറ്റ് ഹോൾ ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിടാനും ഓഫീസ് വെയറോ കോളേജ് വെയറോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറേ കുർത്ത സെറ്റ്സ് ആണ് ഇന്നിവിടെ ഉള്ളത്. സോ ഇതിനൊരു പാർട്ട് 2 വരുന്നുണ്ട്. കാരണം ഞാൻ കുറേ അധികം നമ്പേഴ്സ് വാങ്ങി ട്രൈ ചെയ്തു. ഐ ഡിഡ് ലൈക്ക് ദം. സോ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. സോ ഐ ഡെഫിനറ്റ്ലി ഡു എ പാർട്ട് 2 ഓഫ് ദിസ്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഡയറക്റ്റ്ലി എടുത്തിട്ട് മെഷീനിൽ ഇടാതെ. എങ്കിലും ഹാൻഡ് വാഷ് ചെയ്താലും ഷ്രിങ്കിങ് വരാത്ത കേസസും ഉണ്ട്. സോ സോ ദാറ്റ് ഇസ് ഹൗ ഐ ടേക്ക് കെയർ ഓഫ് ദ ക്ലോത്ത്സ്, എസ്പെഷ്യലി ആദ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ. ഇന്നത്തെ കുർത്ത സെറ്റ്സ് എല്ലാം ഒരു അണ്ടർ 699, 799 ആ പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നതാണ്. ആൻഡ് ദേ ആർ ഓൾ വെരി നൈസ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റ്. ഇതിൻ്റെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് താഴെ വരെ വരുന്നത്. ആൻഡ് ഈ ചെസ്റ്റ് ഏരിയയിലും അതുപോലെ തന്നെ ബാക്കിലും ഒരു കോൺട്രാസ്റ്റ് ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട്. ഇറ്റ്സ് കോട്ടൺ റയോൺ ബ്ലെൻഡ് മിക്സ് ആണ്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് കംഫർട്ടബിൾ മെറ്റീരിയൽ. ഏതാണ്ട് ഒരു 1/2 to 3/4 കൈൻഡ് ഓഫ് സ്ലീവ് ആണ് വരുന്നത്. വൈറ്റ് കളറാണ്, ട്രാൻസ്പെറൻറ്റ് അല്ല. ലൈക്ക് ഇഫ് യു വെയർ ബ്ലാക്ക് ഓർ ഗ്രേ കളർ ഇന്നേഴ്സ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അങ്ങനെ ട്രാൻസ്പെറൻറ്റ് അങ്ങനെ വെരി വിസിബിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ചെസ്റ്റ് ഏരിയയിലൊക്കെ പ്രിൻ്റ് ആണല്ലോ ഉള്ളത്. ആൻഡ് ദിസ് ഇസ് ദ ബോട്ടം. ഈ പാൻറ്റിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു ചെസ്റ്റിലുള്ള സെയിം ഡിസൈനിൽ വരുന്നൊരു ബോട്ടമാണ്. ആൻഡ് പോക്കറ്റ്സ് ഉണ്ടോ? ഇല്ല, പോക്കറ്റ്സ് ഇല്ല. അനാർക്കലി പാറ്റേണിൽ വരുമ്പോൾ പോക്കറ്റ്സിൻ്റെ ആവശ്യമില്ലല്ലോ. സോ പോക്കറ്റ്സ് ഇല്ല. വെരി കംഫർട്ടബിൾ സ്ട്രെച്ചബിൾ പാൻസ് ആണ്. ആൻഡ് ദുപ്പട്ട ഇസ് ലൈക്ക് ഈ കോട്ട മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ദുപ്പട്ട ഇസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ആക്ച്വലി ഇതിൻ്റെ പടം, അതായത് ഡിസ്പ്ലേ പിക്ചർ ഓൺ ആമസോണിലുള്ളതിനേക്കാൾ ബെറ്റർ ദുപ്പട്ടയാണ് കിട്ടിയത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് വൺ. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് പടത്തിലുള്ള ദുപ്പട്ട അല്ലല്ലോ എന്നാണ്, പക്ഷേ ദിസ് ഇസ് എ ഗുഡ് വൺ. സോ അത്യാവശ്യം നീളവും ഉണ്ട്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് പാറ്റേൺ പോകുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നോർമലി എനിക്ക് അനാർക്കലി പാറ്റേൺ അല്ലെങ്കിൽ വൈറ്റ് കളർ ബേസ് വരെ ഞാൻ അങ്ങനെ എടുക്കില്ല, പക്ഷേ ഇതെനിക്ക് എന്താ കണ്ടിട്ട് നോക്കിയപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ വേറൊരു കളറും കൂടെ പിക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സൈസ് ഓപ്ഷൻസ് ആർ, ഇന്ന് കാണിക്കുന്ന എല്ലാം യൂഷ്വലി സൈസ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ടിൽ ഒരു 3XL ഒക്കെ അവൈലബിൾ. അതിലും മേലോട്ടുള്ള സൈസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൺ. The second one is this violet kurta set. ഇതിൻ്റെ തന്നെ മസ്റ്റേർഡ് യെല്ലോ കളറും അവൈലബിൾ ആണ്. ഞാൻ വയലറ്റ് ഫാൻ ആയതുകൊണ്ടാണ് അത് പിക്ക് ചെയ്തത്. ഇതെനിക്ക് ഫീൽ ചെയ്തത് ഒരു സൈസ് ഹയർ അപ്പ് എടുത്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും. യൂഷ്വലി നിങ്ങൾ XL ആണ് ഇടുന്നത്, പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം തടി കൈക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം ബസ്റ്റി ആണെന്നുണ്ടെങ്കിൽ മേ ബി XXL നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ ദ ടോപ്പ് ലുക്സ് ലൈക്ക്. ഇതിൻ്റെ മെറ്റീരിയലും ഈ ഒരു കോട്ടൺ റയോൺ മിക്സ് മെറ്റീരിയലാണ്. ചൂടെടുക്കില്ല, പക്ഷേ പ്യുവർ കോട്ടൺ അല്ല. ആൻഡ് ദെൻ ദാറ്റ്സ് ഓക്കെ. ആസ് സോഫ്റ്റ് ആസ് റയോൺ അങ്ങനെയല്ല, സ്റ്റിഫ് കോട്ടണും അല്ല. ഇങ്ങനെ 3 ഡിസൈൻസാണ് ടോപ്പിൽ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ വലിയ ബിഗ് ഡിസൈൻ ഇല്ല, പക്ഷേ ആ ചെറിയ ചെറിയ ഡിസൈൻ അവൈലബിൾ ആണ്. ആൻഡ് അനാർക്കലി ടൈപ്പാണ്, പക്ഷേ ഫ്ലെയർ വരുന്ന പോലെയല്ല, കുറച്ചിങ്ങനെ ഒതുങ്ങി കിടക്കുന്ന പോലെയാണ്. പാൻറ്റ് ഇസ് പ്ലെയിൻ ആക്ച്വലി. ജസ്റ്റ് ഒരു പ്ലെയിൻ കംഫർട്ടബിൾ പാൻസ് ആണ്. പലാസോ പോലെ എത്ര വൈഡ് അല്ല, പക്ഷേ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് ദിസ് ദ ദുപ്പട്ട. ദുപ്പട്ടയിൽ ഈ സെയിം വർക്ക് വരുന്നുണ്ട്. ബാന്തിനി അല്ലേ, ബാന്തിനി എന്നല്ലേ വർക്കിൻ്റെ പേര് പറയുക. സോ ദിസ് ദ ദുപ്പട്ട. ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ദ കളർ ഇസ് വെരി നൈസ്. ഐ ക്യാൻ സീ മൈ സെൽഫ് ജസ്റ്റ് വെയറിങ് ഇറ്റ്. റാൻഡംലി ഓഫീസിൽ ഒരു ദിവസം രാവിലെ പോകണമെങ്കിൽ നോ ബ്രെയിനർ പോലെ എടുത്തങ്ങ് ഇട്ടോണ്ടങ്ങ് പോവാം. ദുപ്പട്ടയും കൂടി ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഇനി അതല്ല ടോപ്പും പാൻറ്റും മാത്രമായിട്ടോ അല്ലെങ്കിൽ ലെഗിങ്സിൻ്റെ കൂടെ ഒക്കെ തന്നെയും പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. And then the third one is this. So green and beige കളറാണ് ഞാൻ പിക്ക് ചെയ്തത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് ബേജ്, ബ്ലൂ ആൻഡ് ബേജ്, റസ്റ്റ് ഓറഞ്ച് ആൻഡ് ബേജ്, അങ്ങനെ പല കളർ കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ബിഗ് ഡോട്ട്സ് ആണ്, ഡോട്ട് ഡിസൈനാണ് ഫ്രണ്ടിൽ. അത് തന്നെയാണ് കയ്യിലും ഉള്ളത്. ഈ സൈഡിലുള്ള ഈ ഗ്രീൻ മറ്റേ ഷെവറൻ പാറ്റേൺ പോലെ ബാക്ക് ഫുൾ അതാണ്. സോ ഇങ്ങനെ ആ ഡിസൈൻ വന്നിങ്ങനെ കവർ ചെയ്യുന്ന പോലെയാണ്, വിച്ച് ഐ തിങ്ക് ഇസ് നൈസ്. ഇതും ഒരു കോട്ടൺ റയോൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. വെരി കംഫർട്ടബിൾ ടു വെയർ. ഫിറ്റിംഗ് ഇതും യു ക്യാൻ ഗോ ഫോർ 1 size ഹയർ അപ്പ് ഇഫ് ചെസ്റ്റ് ഏരിയ കുറച്ച് ബസ്റ്റിയാണ് അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഐ തിങ്ക് യു ക്യാൻ ഗോ ഫോർ 1 size അപ്പ് ഫോർ എ ഗുഡ് കംഫർട്ടബിൾ ഫിറ്റ്. എനിക്ക് പ്ലെയിൻ അല്ലാത്ത പാൻറ്റുകൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. പ്ലെയിൻ പാൻറ്റ്സ് വരുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് ആണ്. സോ ഈ ടോപ്പിന് നല്ല രീതിയിൽ കോൺട്രാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ബോട്ടമാണുള്ളത്. നോ, ഐ ഡോണ്ട് തിങ്ക് ദിസ് വൺ ഹാസ് പോക്കറ്റ്സ്. എനിവേ, സോ ഇത് അനാർക്കലി പാറ്റേൺ അല്ല, നമുക്ക് സ്ലിറ്റ് വരുന്ന ടൈപ്പ് പാറ്റേൺ ആണ്. ആൻഡ് ദിസ് ഇസ് ദ പാൻറ്റ് അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. മുട്ടിന് താഴെ വരെ നിൽക്കുന്ന സൽവാർ സ്യൂട്ടാണ്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ആൻഡ് ദിസ് ഇസ് ദ ദുപ്പട്ട. ഇതൊരു പ്രോപ്പർ 3-piece സെറ്റാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡിസൈൻസാണ്. ദുപ്പട്ടയാണെങ്കിലും അതിനകത്ത് ഫുൾ ആ ഗ്രീൻ ആൻഡ് ബേസ് ഡിസൈനാണ് വരുന്നത്. ബോർഡറിൽ യു ഹാവ് ദിസ്
ഉണ്ട പാറ്റേൺ ഇസ് ദെയർ അറ്റ് ദ ബോർഡർ. ഇതും ഈ പറഞ്ഞ പോലെ ഒന്നും ആലോചിക്കാതെ രാവിലെ എടുത്തിട്ടുകൊണ്ട് ഇറങ്ങി ഓടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ്. സോ ദാറ്റ് ഇസ് ദ തേർഡ് വൺ. ദ ഫോർത്ത് വൺ ഞാൻ ഇവിടെ ഇങ്ങനെ അധികം അടുക്കലോട്ട് വെച്ചിരിക്കുന്നത്, അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എത്തി നോക്കിയത് ഏതാണ്. സോ ഇത് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ഫൈൻ തോന്നി. കണ്ട് ഞാൻ ഇട്ടപ്പോഴും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. ഐ വാസ് അബൌട്ട് ടു ഗോ ഔട്ട് ആൻഡ് ബട്ട് മൈ ഹസ്ബൻഡ് സെറ്റ് ദ കളർ ലുക്സ് റിയലി നൈസ്, ഫിറ്റ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. സോ മേ ബി ഇത് ഈ ഒരൊറ്റ കളറിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇറ്റ്സ് എ റെഡ് ആൻഡ് ബേജ് കോമ്പിനേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ കളർ. ഇത് കുറച്ചൊരു തിക്ക് കോട്ടൺ പോലത്തെ മെറ്റീരിയലാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു വെയർ. ആൻഡ് ഇതാണ് ടോപ്പ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വീനെക്ക് പോലെയാണെങ്കിലും കുറച്ച് കയറിയ ഒരു നെക്കാണ്. ഇവിടെ ഇങ്ങനെ 1, 2, 3 പ്ലീറ്റ് പോലെയുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ, ഓവറോൾ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡിസൈൻ, അത്രയേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ സ്ലീവ്. ഇതാണ് സ്ലീവ് പാറ്റേൺ. നെക്കിൽ വരുന്ന പോലത്തെ സെയിം പാറ്റേൺ തന്നെയാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ്. ഇത് കളർ ഇസ് വെരി ബ്യൂട്ടിഫുൾ. റെഡ് കളർ ആയതുകൊണ്ട് എന്തായാലും ഞാനത് ഹാൻഡ് വാഷ് തന്നെ ചെയ്യുള്ളൂ. കളറൊന്നും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാനിത് എന്തായാലും മെഷീനിൽ ഇടുന്നുള്ളൂ. വേറെ കളറൊന്നും ഇങ്ങോട്ടും പിടിക്കണ്ട അങ്ങനെ. സോ ദിസ് ഐ വെൻ വിത്ത് മൈ റെഗുലർ സൈസ് XL ആൻഡ് അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ബോട്ടം കോൺട്രാസ്റ്റ് എന്ന് മാത്രമല്ല വേറൊരു പ്രിൻ്റാണ്, ഗ്രീൻ ആൻഡ് റെഡ്, വിച്ച് ഇസ് വെരി പ്രിറ്റി. ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു വെരി ബ്യൂട്ടിഫുൾ ഗ്രീൻ ആൻഡ് റെഡ് പ്രിൻറ്റഡ് പാൻറ്. ആൻഡ് ദുപ്പട്ട ക്രീം കളറിലാണ് വരുന്നത്. ഇത് മറ്റേ ആ കോട്ട പോലത്തെ മെറ്റീരിയലിൽ ക്രീം കളർ ദുപ്പട്ട, അതിനറ്റത്ത് ഇങ്ങനെ ടാസൽസ് പോലെയുണ്ട് ആൻഡ് റെഡ് കളർ ഡിസൈനും ഉണ്ട്. ഓവറോൾ ടോപ്പ് പാൻറ് ബോട്ടം ടോപ്പ് പാൻറ് ഷോള് മൂന്നും തമ്മിൽ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ ഡിസൈനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓൾസോ ദ ലാസ്റ്റ് വൺ ഫോർ ടുഡേയ്സ് വീഡിയോ ഇസ് ബ്രാൻഡ് നെയിം ഐ തിങ്ക് പിങ്ക് മിൻറ്റ് എന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് എ കുർത്ത പാൻറ് ദുപ്പട്ട സെറ്റ് ആൻഡ് ദിസ് ഇസ് ദ കുർത്ത ടോപ്പ്. നമ്മൾ സ്ഥിരം കാണുന്ന മറ്റേ ഇൻഡിഗോ കളർ കോമ്പിനേഷനാണ്. മെറ്റീരിയൽ ഈ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വരുന്നത്. അനാർക്കലി പാറ്റേൺ ആണ്. ദ ഗുഡ് തിങ് ഓർ ദ ബാഡ് തിങ് ഇസ് ദാറ്റ് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. എൻ്റെ ഹൈറ്റ് 5'8" ആണ്, 5'7" to 5'8" ആണ്. അപ്പം കാഫ് വരെ ഉണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നിങ്ങളുടെ ഹൈറ്റ് ഇപ്പോൾ ഒരു 5'2" 5'3" താഴെയാണെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അനാർക്കലി പോലെ ഫുൾ ലെങ്ത് നിൽക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഐ ഡു ലൈക്ക് ഇറ്റ്, കാരണം എനിക്ക് അങ്ങനെ ലെങ്തി ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ പോകുന്നുണ്ട്. ബാക്ക് സൈഡ് ഇസ് ദിസ്. ഫിറ്റിംഗ് കറക്റ്റ് ആയിരുന്നു. ഞാൻ റെഗുലർലി ഇടുന്ന പോലെ തന്നെ XL ആണ് പിക്ക് ചെയ്തത്. ഇതിൻ്റെ ദുപ്പട്ട ആണെങ്കിൽ സെയിം ഡിസൈൻ തന്നെ, കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ. പക്ഷേ ദുപ്പട്ട കുറച്ച് ഷോർട്ടാണ്. ഷോർട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഹിപ്പ് ലെവൽ വരെ കിടക്കുന്നുള്ളൂ, അങ്ങനെ നീണ്ട് കിടക്കുന്നില്ല, വിച്ച് ഇസ് ഫൈൻ. അതൊരു വലിയ കംപ്ലൈൻ്റ് ഒന്നും അല്ല. ദുപ്പട്ടയാണെങ്കിലും ആ ഒരു ഇൻഡിഗോ ആൻഡ് ഒരു ഡീപ്പ് ബ്ലാക്ക് മിക്സാണ്. ദുപ്പട്ടയ്ക്കും ഈ ബോർഡറിലെ ഡിസൈൻ വരുന്നുണ്ട്. സോ ആൻഡ് ഇറ്റ്സ് എ വൺ സൈഡ് പ്ലെയിൻ ദുപ്പട്ടയാണ്. സോ ഞാനിത് ദുപ്പട്ട ഇട്ടിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഓഫീസിലൊക്കെ ഇടുമ്പോൾ ആക്ച്വലി ഞാൻ ദുപ്പട്ട സ്കിപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ പാൻറ്റ്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ തന്നെ ഒരു ബ്ലാക്ക് അല്ല, എന്നാൽ ബ്ലൂവും അല്ല, ഗ്രേയും അല്ല, ഇതൊരു കളറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ, ഒരു സൈഡ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റാണ്. സോ ദിസ് ഇസ് ദ ഓവറോൾ സെറ്റ്. പക്ഷേ ഐ തിങ്ക് എൻ്റെ മോസ്റ്റ് കോമൺ വേ ഓഫ് യൂസിങ് വുഡ് ബി ആ ടോപ്പും ഒരു ബ്ലൂ കളർ ലെഗിങ്സും എടുത്തിട്ട് അങ്ങ് ഇറങ്ങുക. വെരി കംഫർട്ടബിൾ ത്രൂ ഔട്ട് ദ ഡേ. ഓഫീസിലൊക്കെ ഇരിക്കാനാണെങ്കിലും ഈ സ്റ്റൊമക്ക് ഏരിയയിലൊന്നും ടൈറ്റ് അല്ല, ഇപ്പം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇന്ന് കാണിച്ച കുർത്ത സെറ്റ്സും എൻ്റെ കളർ ചേഞ്ചസ് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. So we will meet again with another video. Or a hair care video is lining up for this month. I hope you like it. So that's it. Until then, take care. Bye bye.